കാരുണ്യാമൃതവാരിധിം കരലസത്കോദണ്ഡബാണോജ്വലാം സീതാചിത്തസരോജചാരുമീരം ദുർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദം ഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണം സുന്ദരകാണ്ഡത്തിലെ 46-ാം സർഗം സേനാപതിവധം എന്നാണ് ഈ സർഗത്തിൻ്റെ പേര്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു ആ ഹനുമാൻ തന്നെ പിടിച്ചു കെട്ടാനായിട്ട് വന്ന ആ മന്ത്രിപുത്രന്മാരെയെല്ലാം കൊന്നു എന്നുള്ള വാർത്ത. ഈ വാർത്ത കേട്ടിട്ട് രാവണൻ അല്പമൊന്ന് ഭയപ്പെട്ടു. എങ്കിലും ആ ഭയം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം വിരൂപാക്ഷൻ, യൂപാക്ഷൻ, ദുർധരൻ, പ്രഖസൻ, ഭാസകർണൻ എന്നുള്ള 5 സേനാധിപതിന്മാരെ വിളിച്ചു. അവർ വളരെ നയവിശാരദന്മാരാണ്. യുദ്ധത്തിൽ വായുതുല്യന്മായ കരുത്തുള്ളവരാണ്. ധീരന്മാരും വീരന്മാരും ആന, തേര്, കുതിര, കാലാള് തുടങ്ങിയ ചതുരംഗ പടയോടുകൂടിയവരുമൊക്കെയാണ്. അവരോട് നിങ്ങൾ പോയിട്ട് ആ വലിയ സൈന്യത്തോടും ആന, തേര് എന്നിവയോടുമൊക്കെ കൂടി പോയിട്ട് ആ കാട്ടുകുരങ്ങനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരണം എന്ന് പറയുകയാണ്. അവനൊരു സാധാരണ കുരങ്ങനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് ഏതോ ഒരു ഭൂതമാണ് അവൻ എന്നാണ് തോന്നുന്നത്. ഇവൻ ഒരു കുരങ്ങനാണ് എന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു കുരങ്ങിന് സാധിക്കില്ല. നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്ദ്രൻ തൻ്റെ തപസ്സു കൊണ്ടെങ്ങാനും സൃഷ്ടിച്ചതാണോ? അല്ലെങ്കിൽ നാഗങ്ങൾ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, ദേവന്മാർ, അസുരന്മാർ, മഹർഷിമാർ എന്നിവയെല്ലാവരെയും നമ്മൾ പരാജയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവനാരെങ്കിലും നമുക്ക് അപ്രിയം ചെയ്യാനായിട്ട് സൃഷ്ടിച്ചതാണോ ഇതിനെ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ലാതെ അതിനെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുവരിക എന്ന് വേണം. നിങ്ങളെല്ലാ ചതുരംഗ സേനയോടും കൂടി പോവുക. ആ ധീരപരാക്രമനായ കുരങ്ങനെ നിങ്ങൾ അപമാനിക്കരുത്. അവനെ പിടിച്ചു കെട്ടി കൊണ്ടുവരണം. മഹാബലവന്മാരായ വാനരന്മാരെ പറ്റിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ബാലി, സുഗ്രീവൻ, ജാമ്പവാൻ, ആ നീലൻ, ദ്വിവിധൻ, അങ്ങനെ ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇങ്ങനെ ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കൊന്നും ഇങ്ങനെ ഇഷ്ടം പോലെ രൂപം മാറാനുമൊക്കെയുള്ള ശക്തിയുള്ളതായിട്ട് അറിവില്ല. അവരൊക്കെ വലിയ ശക്തന്മാരാണ് എന്ന് മാത്രം. എന്തായാലും നിങ്ങൾ പോവുക. 3 ലോകത്തുള്ള ആർക്കും നിങ്ങളെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് എതിർക്കാൻ പോലും കഴിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് യുദ്ധത്തിൽ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങൾ പോകണം. ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സുരക്ഷ കൂടി നോക്കണമെന്ന് പറയണം. കാരണം മന്ത്രിപുത്രന്മാരൊക്കെ മരിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ സുരക്ഷ കൂടി നോക്കിയിട്ടേ യുദ്ധത്തിന് പോകാവൂ എന്ന് പറയുന്നു. കാരണം ഒരിക്കലും യുദ്ധത്തിൽ എല്ലാ കാലത്തും ഒരാൾ തന്നെ ജയിക്കുക എന്നുള്ള അവസ്ഥയില്ലല്ലോ. ഇങ്ങനെ കേട്ട് ആ മഹാരാജാവിൻ്റെ കൽപ്പന കേട്ടിട്ട് ആ ഓജസ്വികളും അതിവേഗരും ഒക്കെയായ അവർ എല്ലാ ആയുധങ്ങളോടും സേനയോടും കൂടി അവിടേക്ക് പുറപ്പെട്ടു. അങ്ങനെ ചെല്ലുമ്പോൾ ഹനുമാൻ ആ വാതിൽപ്പടിയിൽ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ഉദിച്ചു വരുന്ന സൂര്യനെപ്പോലെ പ്രകാശത്തോടു കൂടി നിൽക്കുന്ന ആ വനരവീരനെ അവർ കണ്ടു. അവനെ കണ്ട ഉടനെ തന്നെ അവരെല്ലാവരും ആയുധങ്ങളൊക്കെ എന്തിക്കൊണ്ട് ആക്രമിക്കാൻ ആരംഭിച്ചു. ആദ്യം ദുർധരൻ എന്ന് പറയുന്ന ആളാണ് കൂർത്തുമുർത്ത 5 ഇരുമ്പമ്പുകൾ എടുത്ത് ഒരു താമരപ്പൂവ് എങ്ങനെയാണോ തലയിൽ കൊള്ളുന്നത് അതുപോലെ ആ ഹനുമാൻ്റെ തലയിലേക്ക് എയ്തു എന്ന് പറയുകയാണ്. തലയിൽ ആ 5 ശരങ്ങളും തറച്ചപ്പോൾ ആ ഹനുമാൻ 10 ദിക്കുകളും മുഴങ്ങുമാർ അലറിക്കൊണ്ട് ആകാശത്തേക്ക് അങ്ങ് ഉയർന്നു. കരുത്തനായ ദുർധരൻ തേരിലേറി വില്ലും കുലച്ച് 100 അമ്പുകളും പൊഴിച്ചുകൊണ്ട് ആ പിന്നാലെ ചെന്നു. ആകാശത്ത് നിന്ന് ശരം പൊഴിക്കുന്ന അവനെ എപ്രകാരമാണോ വർഷക്കാലം അവസാനിക്കുമ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മേഘത്തിനെ കാറ്റ് അടിച്ചു മാറ്റുന്നത് അതുപോലെ ആ ഹനുമാനും തടഞ്ഞുവെന്ന് പറയാണ്. ദുർധരനെ കൊണ്ട് പീഡിതനായി തീർന്ന വീരൻ വീണ്ടും വീണ്ടും അലറി വീണ്ടും തൻ്റെ ശരീരം വർദ്ധിപ്പിച്ചു. മഹാവേഗനായ വാനരൻ പെട്ടെന്ന് ആ ദുർധരൻ്റെ രഥത്തിലേക്ക് ചാടി വീണു എന്ന് പറയാണ്. അങ്ങനെ മലയിൽ ഇടിമിന്നൽ പതിക്കുന്ന പോലെയാണ് അത് ഉണ്ടായത് എന്ന് പറയുന്നു. ആ ദുർധരൻ്റെ കുതിരകളും തേരും എല്ലാം നശിച്ച് പ്രാണൻ നഷ്ടപ്പെട്ടവനായിട്ട് ദുർധരൻ ഭൂമിയിൽ പതിച്ചു. അവൻ നിലത്ത് വീണത് കണ്ടപ്പോൾ ദുർദർശരായ വിരൂപാക്ഷനും രൂപാക്ഷനും
മേലോട്ട് ചാടി തെളിഞ്ഞ ആകാശത്തിൽ നിന്ന് നിൽക്കുന്ന അവൻ്റെ നെഞ്ചിലേക്കാണ് ഇവർ ചാടിയത്. അങ്ങനെ ഹനുമാൻ്റെ നെഞ്ചത്ത് ചാടി വീണ് മുൾത്തടി കൊണ്ടൊക്കെ അടിക്കാൻ ആരംഭിച്ചു. ഞാനായിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം അവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി വീണ്ടും നിലത്തേക്ക് ചാടി എന്ന് പറയണം. എന്നിട്ട് നിലത്ത് വന്ന ഒരു വലിയ മരം പറിച്ചെടുത്തിട്ട് അതുകൊണ്ട് അവരെ രണ്ടുപേരെയും ആ ഹനുമാൻ തല്ലി കൊന്നു. അങ്ങനെ അവർ 3 പേരും മരിച്ചു എന്നറിഞ്ഞപ്പോൾ ബലവാനായ പ്രഖസൻ അട്ടഹസിച്ചുകൊണ്ട് എടുത്തു തന്നു. കോപം കൊണ്ട വീരനായ ഭാസകർണനും ശൂലവും കൊണ്ട് ആ ഹനുമാൻ്റെ നേരെ ചെന്നു. പ്രഖസൻ അഗ്രം കൊടുത്തൊരു കുന്തം കൊണ്ട് പ്രഖസനും ശൂലം കൊണ്ട് ഭാസകർണനും ആ ഹനുമാനെ കുത്തി. അപ്പോൾ അവ കൊണ്ട് ഹനുമാൻ്റെ മേലെ മുറിവുണ്ടായി. ചോര പുരണ്ട രോമങ്ങളോടുകൂടിയ ആ ഹനുമാനെ കണ്ടാൽ ഉദയസൂര്യൻ്റെ പ്രകാശമാണോ എന്ന് ഉദയസൂര്യനാണോ എന്ന് തോന്നുമാറാണ് അദ്ദേഹത്തിനെ കണ്ടത്. അദ്ദേഹം മരങ്ങൾ, മൃഗങ്ങളും പാമ്പുകളും ഒക്കെ കൂടി അവർ കുന്ന് എന്നിട്ട് പറിച്ചെടുത്തിട്ട് ആ വീരനായ കവീന്ദ്രൻ അവരെ അടിച്ച് കൊന്നു. അങ്ങനെ ആ കൊടുമുടികൾ കൊണ്ടുള്ള അടികളേറ്റിട്ട് അവർ രണ്ടുപേരും മരിച്ചു. എള്ളിൻ്റെ മണി പോലെയായി തീർന്നു എന്നാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ അവിടെ ബാക്കി വന്ന ഇവരൊക്കെ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവരെയും എല്ലാവരെയും കുതിരകളെ എടുത്തുകൊണ്ട് കുതിരയെ അടിക്കുക, ആനയെ എടുത്തുകൊണ്ട് ആനയെ അടിക്കുക, രഥങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് രഥങ്ങളെ അടിക്കുക, ആളുകളെ പൊക്കിയെടുത്തുകൊണ്ട് ആളുകളെ തന്നെ അടിച്ചു കൊല്ലുക. ഇങ്ങനെ ഇന്ദ്രൻ എപ്രകാരമാണോ അസുരന്മാരെ വധിച്ചിരുന്നത് അതുപോലെ എല്ലാവരെയും വധിച്ച് വീണ്ടും ആ പടിപ്പുരയിൽ കയറി അദ്ദേഹം ജനങ്ങൾ മരിക്കുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന കാലനെ പോലെ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.